ഹലോ എവറി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ ഫാർമക്കോഗ്നോസി തന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സും അതിൻ്റെ സിനോണിംസും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. സോ അതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് ആൽക്കലോയിഡ്സ് ആൻഡ് റെസിൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് സിനോണിംസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ അതിന് മുന്നേ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇന്ന് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആൽക്കലോയിഡ് കണ്ടെയ്നിങ് ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനോണിംസും കാര്യങ്ങളുമാണ്. ഫസ്റ്റ് വരുന്നത് ബെല്ലഡോണയാണ്. ബെല്ലഡോണ ഡെഡ്ലി നൈറ്റ് ഷെയ്ഡ് ലീഫ് അല്ലെങ്കിൽ ഡെഡ്ലി നൈറ്റ് ഷെയ്ഡ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ വന്നിരിക്കുന്ന ബെല്ലഡോണ നമുക്കറിയാം നൈപ്പർ ജി എക്സാം 2006 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ ESIC ഫാർമസിസ്റ്റ് എക്സാമിനേഷനും ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതായത് ഈ ബെല്ലഡോണ ഡ്രഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ്. സോ അതിൻ്റെ സിനോണിം നിങ്ങൾ കറക്റ്റായിട്ട് വയ്ക്കുക. എന്താണ് യൂസ് നിങ്ങൾക്ക് അറിയാലോ, കെമിക്കൽ കോൺസ്റ്റൻസും കാര്യങ്ങളും അറിയാലോ. ഹയോസാമേൻ ആണ് വരിക മെയിൻ കണ്ടൻറ്റ്. അട്രോപ്പിൻ വരുന്നുണ്ട്, അതുപോലെ റെസിമി ഫോം ഓഫ് അട്രോപ്പിനാണ് ഹയോസാമി എന്ന് പറയുന്നത്. സോ നമ്മൾ അതിന് സിമ്പത്തോലൈറ്റിക് ആക്ടിവിറ്റി ആൻഡ് ആൻറ്റി കൊളർജിക് പ്രോപ്പർട്ടീസ് ആയിരിക്കും നമുക്ക് ബെല്ലഡോണയ്ക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, സോ അതിൽ തന്നെ നമുക്ക് ഇന്ത്യൻ ബെല്ലഡോണ, യൂറോപ്യൻ ബെല്ലഡോണ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ അതൊക്കെ നോക്കുക. നമ്മൾ ഇതിൽ സിനോണിംസ് ആണ് നമ്മൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് ഹയോസാമേസ് ആണ്. ഹയോസാമേസിന് നമുക്ക് ഹെൻബെയിൻ എന്നും പറയുന്നുണ്ട്, ഹോക്സ്ബി എന്നും പറയുന്നുണ്ട്. ഈ ഹെൻബെയിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനോണിമാണ്. മേഘാലയ ഡ്രഗ് ഇൻസ്പെക്ടർ 2019, രാജസ്ഥാൻ ഡ്രഗ് ഇൻസ്പെക്ടർ 2012 ഈ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പഠിച്ചു വയ്ക്കുക. അടുത്ത് വരുന്നത് ഡാച്ചുറയാണ്. ഡാച്ചുറ മൂൺ ഫ്ലവർ എന്നറിയപ്പെടുന്നു, ഡെവിൾസ് ട്രംപറ്റ് എന്നറിയപ്പെടുന്നുണ്ട്, ആംഗിൾസ് ട്രംപറ്റ് എന്നും നമ്മൾ അറിയുന്നുണ്ട്. ഓക്കെ, സോ ഈ ആംഗിൾസ് ട്രംപറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. നൈപ്പർ ജി എക്സാമിനേഷൻ 2021 നമ്മൾ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. സോ അതിന് ആൻസർ വരുന്നത് ഡാച്ചുറയാണ്. അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത് സ്ട്രാമോണിയമാണ്. തോൺ ആപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഡുബോയ്സിയ അത് കോർക്ക് വുഡ്. ഓക്കെ, കോർക്ക് വുഡ് എന്നറിയപ്പെടുന്നുണ്ട്, കോർക്ക് ട്രീ എന്ന് അറിയപ്പെടുന്നുണ്ട്. അത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൊക്ക എന്ന് പറയുന്നത് എറിത്രോസൈലോൺ ലീവ്സ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് ആൽക്കലോയിഡ്സ് തന്നെ പഠിക്കാനുള്ള ഏത് ക്ലാസിഫിക്കേഷൻ വരുന്ന ഡ്രഗ്സ് ആണ് ഈ വന്നിരിക്കുന്നത്? ട്രൊപ്പൈൻ ആൽക്കലോയിഡ്സ് ആണ് അല്ലേ. ട്രൊപ്പൈൻ ആൽക്കലോയിഡ്സ് ആണ് ഈ ഇത്രയും പറഞ്ഞ ഡ്രഗ്സ് എല്ലാം എന്ത് കാറ്റഗറിയാണ്? ട്രൊപ്പൈൻ ആൽക്കലോയിഡ്സ് വരുന്ന ഡ്രഗ്സ് ആണ് ഇത്രയും ഡ്രഗ്സ്. ഓക്കെ, സോ നിങ്ങളത് അതിൻ്റെ യൂസസ് കറക്റ്റായിട്ട് പഠിക്കുക. ആൻറ്റി കൊളർജിക് ആക്ഷനാണ് വരിക. അതുപോലെ തന്നെ അതിൻ്റെ സിനോണിംസ് നോക്കുക. കൊക്ക ലീഫ് നിങ്ങൾക്ക് അറിയാലോ. കൊക്ക എന്ന് പറയുന്നത് എന്താണ്? കൊക്ക ദാറ്റ് ഈസ് ലോക്കൽ അനസ്തറ്റിക് പ്രോപ്പർട്ടി ഉണ്ടല്ലോ. അതുപോലെ തന്നെ കൺവേർഷനൊക്കെ നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ സ്റ്റിമുലൻ്റ് ആയിട്ടാണ് വരുന്നത്, CNS സ്റ്റിമുലൻ്റ് ആയിട്ടാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അത്രയും ഡ്രഗ്സ് നോക്കുക. അടുത്ത ഡ്രഗ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് സിങ്കോണ. സിങ്കോണ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലേ. കേരള PSCക്ക് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. പെറുവിയൻ ബാർക്ക് എന്നറിയപ്പെടുന്ന ഏതാണ്? ജെസ്യൂട്ട് ബാർക്ക് എന്നറിയപ്പെടുന്ന ഏതാണ് അല്ലേ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സോ അത് കേരള PSC, ബീഹാർ സിക്കിം ഡ്രഗ് ഇൻസ്പെക്ടറിലൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ജെസ്യൂട്ട് ബാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് ഡ്രഗാന്ന് ചോദിക്കാം. ദാറ്റ് ഈസ് സിങ്കോണയാണ്. പെറുവിയൻ ബാർക്ക് എന്ന് പറയുന്ന ഏതാണെന്ന് ചോദിക്കാം. അത് സിങ്കോണയാണ്. സിങ്കോണയുടെ യൂസ് എന്താണ്? ആൻറ്റി മലേറിയലാണ്, ആൻറ്റി അരിത്മി മെഡിക്കേഷൻ ആണ് അല്ലേ. അത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? കുപ്രിയ ബാർക്ക്, ഫോൾസ് ബാർക്ക് അല്ലേ. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അതൊക്കെയാണ് വരിക കേട്ടോ. കണ്ടൻറ്റ് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അടുത്ത് വരുന്നത് ക്യാംറ്റോത്തെക്കയാണ്. ക്യാംറ്റോത്തെക്ക ഹാപ്പി ട്രീ എന്നറിയപ്പെടുന്നതാണ്. അതുപോലെ ക്യാൻസർ ട്രീ ആണ്. അതായത് ക്യാംറ്റോതെസിനാണല്ലേ അതിൻ്റെ കണ്ടൻറ്റ്. ക്യാംറ്റോതെസിൻ എന്ന് പറയുന്ന ഡ്രഗാണ്. അത് ആൻറ്റി ക്യാൻസർ മെഡിസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാൻസർ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഹാപ്പി ട്രീ എന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ ഇത് ഏത് ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ് ആണ്? ക്വിനോളിൻ ആൽക്കലോയിഡ്സ് ആണ് അല്ലേ. ക്വിനോളിൻ ആൽക്കലോയിഡ്സ്. ഓക്കെ, ക്വിനോളിൻ ആൽക്കലോയിഡ്സ് എന്ന രണ്ട് ഡ്രഗ്സ് ആണ് ഈ പറഞ്ഞ സിങ്കോണ ആൻഡ് ക്യാംറ്റോത്തെക്ക. ഓക്കെ, അടുത്തത് ഒപ്പിയം. ഒപ്പിയം നമുക്കറിയാം. അഫീം എന്ന് പറയുന്നുണ്ട്, പോപ്പി ടിയേഴ്സ് നമ്മൾ ഒപ്പിയത്തിനെ പറയുന്നുണ്ട്. ഓക്കെ, അതിൽ ഇപ്പിക്കൊക്വൻഹ, അതിന് ഇപ്പിക്കാക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. ഒപ്പിയം ഏത് കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ആണ്? ഈ രണ്ട് ഡ്രഗ്സും ഏത് ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ് ആണ് വരുന്നത്? അറിയാലോ, ഐസോക്വിനോളിൻ ആൽക്കലോയിഡ്സ് ആണ്. ഓക്കെ, സോ ഏത് ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ് ആണെന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ സിനോണിംസും കണ്ടൻറ്റും അതുപോലെ യൂസസും നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. ഒപ്പിയത്തിൻ്റെ യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒപ്പിയോഡ് അനാൽജസിക് ആണ്, സെഡേറ്റീവ് ആണ്, ഹിപ്നോട്ടിക് ആണ്. പിന്നെ അതിൽ തന്നെ നമ്മൾ കഫ് സപ്രസൻസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്, കൊഡീനൊക്കെ വരുന്നുണ്ട്. സോ അത് നിങ്ങൾ നോക്കി വയ്ക്കുക. ഓക്കെ, അതിൻ്റെ ഫാമിലി അറിഞ്ഞിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു ഇതാണ് ഇപ്പിക്കാക്ക്. ഇപ്പിക്കാക്ക് എന്ന് പറയുന്നത് എക്സ്പെറ്റോറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അമീബി ഡിസെൻട്രിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. എമെറ്റിൻ എന്നൊക്കെ പറഞ്ഞ കണ്ടന്റ് പഠിച്ചിട്ടുണ്ടല്ലോ. സോ അതാണ് ഇപ്പിക്കാക്ക് എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്ത് വരുന്നത് നമ്മൾ നെക്സോമിക്കനെ നമുക്ക് എന്തൊക്കെ വിളിക്കാം? ഓക്കെ, പോയിസൺ നട്ട്, ക്രോഫിഗ്. ഓക്കെ, ക്രോഫിഗ് സീഡ് എന്ന് പറയും, ഡോഗ് പോയിസൺ എന്നും പറയുന്നുണ്ട്. ബീഹാർ ഡ്രഗ് ഇൻസ്പെക്ടർ ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സോമിക്ക. ചിലപ്പോൾ ക്രോഫിഗ് എന്താണെന്ന് ചിലപ്പോൾ സിനോണിം ചോദിച്ചിരിക്കാം, അല്ലെങ്കിൽ ഡോഗ് പോയിസൺ, അല്ലെങ്കിൽ പോയിസൺ നട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാം. അതിൻ്റെ ഉത്തരം എന്താണ്? നെക്സോമിക്കയാണ് വരുന്നത്. ഓക്കെ, അടുത്തെന്താണ്? എർഗോട്ട് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഇത് കേരള PSC ചോദിച്ചിട്ടില്ലേ? സെൻറ്റ് ആൻ്റണീസ് ഫയർ. എനിക്കൊന്ന് LSJDയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാമെന്ന് തോന്നുന്നു. സെൻറ്റ് ആൻ്റണീസ് ഫയർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എർഗോട്ട് ആണ്. എർഗോട്ട് ഓഫ് റൈൻ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇത് ഓക്കെ. സോ റവോൾഫിയ എന്ന് പറയുന്നത് എന്താണ്? സർപ്പഗന്ധ, ചോട്ടാ ചന്ത്, ഇന്ത്യൻ സ്നേക്ക് റൂട്ട്. ഓക്കെ, ഹരിയാന PSC എക്സാം ചോദിച്ചാൽ ഇന്ത്യൻ സ്നേക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ഏതാണ്? ദാറ്റ് ഈസ് റവോൾഫിയ. ഓക്കെ, അടുത്ത ഫൈസോസ്റ്റിഗ്മ, കലബാർ ബീൻസ് ആണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം, ഇതും ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളതാണ്. രാജസ്ഥാൻ ഡ്രഗ് ഇൻസ്പെക്ടർ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളതാണ്. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തെന്താണ്? വിങ്ക എന്താണ്? പെരിവിങ്കിൾ എന്നറിയപ്പെടുന്നതാണ്. സദാബാഹർ എന്നറിയപ്പെടുന്നുണ്ട്. സോ ഇത് SECL ഫാർമസിസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. അതിൽ ഒത്തിരി ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് വിങ്ക പ്ലാന്റ്. ഓക്കെ, വിങ്കയുടെ എല്ലാ പ്രോപ്പർട്ടീസും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. വിങ്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ കണ്ടന്റ് എന്താണ് വരിക? വിൻക്രിസ്റ്റിൻ, വിൻബ്ലാസ്റ്റിൻ, ആൻറ്റി ക്യാൻസർ മെഡിസിൻ ആണ് അല്ലേ? അത് ഓർത്ത് വയ്ക്കാം. ഫൈസോസ്റ്റിഗ്മ എന്തിനാണ് വരുന്നത്? ഫൈസോസ്റ്റിഗ്മിൻ നമ്മൾ പഠിച്ചല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്ലൂക്കോമ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കും, അട്രോപ്പിൻ പോയിസണിങ്ങിന് കൊടുക്കും. അതിൻ്റെ കണ്ടന്റ് സോ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. റവോൾഫി എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഹൈപ്പർടെൻസീവ് ആയിട്ട് അല്ലേ? ആൻറ്റി ഹൈപ്പർടെൻസീവ് മെഡിസിനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ട്രാൻസ്ഗ്ലേസർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സെഡേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സോമിക്ക എർഗോട്ട് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഓക്സിറ്റോസിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മൈഗ്രെയിന് യൂസ് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിമെൻഷ്യയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അറിയാലോ. നെക്സോമിക്ക എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ബിറ്റർ ഡ്രഗാണ്, CNS സ്റ്റിമുലൻ്റ് ആണ്, റെസ്പിറേറ്ററി സ്റ്റിമുലൻ്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ഇതിൻ്റെ യൂസസ് ഒക്കെ നിങ്ങൾ തന്നെ പഠിക്കണം കേട്ടോ. എല്ലാം ഞാൻ പറയുന്നതും, അതായത് നമ്മളിപ്പോൾ ഇങ്ങനത്തെ സെൻട്രൽ ലെവൽ എക്സാമിനേഷൻ, സെൻട്രൽ ഫാർമസിസ്റ്റ് എക്സാമിനേഷൻ വരും, ലൈക്ക് എയിംസോ RRB അല്ലെങ്കിൽ എന്താണ് ESIC അങ്ങനത്തെ എക്സാമിനേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ ഡ്രഗ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കേരള PSCയുടെ നമ്മൾ ഏതെങ്കിലും എക്സാമിനേഷനാണ് എഴുതുന്നതെങ്കിൽ അതിൽ കറക്റ്റായിട്ട് ഡ്രഗ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഡ്രഗ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അതിൽ നല്ല ക്വസ്റ്റ്യൻ വരുള്ളൂ. പക്ഷേ ഈ ഇങ്ങനത്തെ ഒരു എയിംസിൻ്റെ ഒക്കെ എക്സാമിനേഷന് പോകുമ്പോൾ നമുക്ക് അതിലെ കറക്റ്റ് സിലബസ് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ്, നമുക്ക് ഇങ്ങനത്തെ എല്ലാ ഡ്രഗ്സും നമ്മൾ നോക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, സോ ഞാൻ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനോണിംസ് ആണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടായിരുന്നു പോയിരുന്നത്. സോ നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. സോ ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ചോദിച്ച് ഇപ്പോൾ ഞാൻ പലയിടത്തും ചോദിച്ചു എന്ന് പറയുന്നില്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് എന്തായാലും നോക്കിയിട്ട് തന്നെ പോവുക. ബാക്കി നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ജസ്റ്റ് വായിച്ചിട്ട് പോവുക കേട്ടോ. അടുത്ത് വന്നിരിക്കുന്ന പൈലോകാർപ്പസ്. നമുക്കറിയാം പൈലോകാർപ്പിൻ ഡ്രഗ് നമ്മൾ പഠിച്ചതാണ്. ജബോറാൻഡി എന്നാണ് അതിൻ്റെ ബ്രാൻഡ് നെയിം, സിനോണിം എന്നറിയപ്പെടുന്നത് ജബോറാൻഡി. ഓക്കെ, പൈലോകാർപ്പിൻ നമ്മൾ എന്തിനായിരുന്നു യൂസ് ചെയ്തത്? നമുക്കറിയാം അട്രോപ്പിൻ ആൻറ്റഗോണിസ്റ്റ് ആണല്ലേ? അട്രോപ്പിൻ ആൻറ്റഗോണിസ്റ്റ് എന്ന് അതായത് നമ്മളിത് കൊളിനർജിക് ഡ്രഗ് അല്ലേ? സോ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്ലൂക്കോമയ്ക്കാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഓക്കെ, ഇത് എന്ത് ടൈപ്പ് ഓഫ് ഇത്രയും ഡ്രഗ്സ് ലൈക്ക് ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഞാൻ വിട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് ഇത്രയും സെറ്റ് എന്നുള്ള മീനിങ് ആട്ടോ. സോ എന്തായാലും ഈ നെക്സോമിക്ക, എർഗോട്ട്, റവോൾഫിയ, ഫൈസോസ്റ്റിഗ്മ, വിങ്ക. ഓക്കെ, പൈലോകാർപ്പിനില്ല, വിങ്ക. ഇത്രയും ഡ്രഗ്സ് ഏത് ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ് ആണ്? നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ഇൻഡോൾ ആൽക്കലോയിഡ്സ്. ഓക്കെ, ഇൻഡോൾ ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ് ആണ് ഈ ഡ്രഗ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, സോ അടുത്തത് പൈലോകാർപ്പിൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പാണെന്ന് അറിയാമോ? ദാറ്റ് ഈസ് ഇമിഡസോൾ ആൽക്കലോയിഡ്. ഇമിഡസോൾ ആൽക്കലോയിഡ്സ് ആണ് പൈലോകാർപ്പിന്. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്ന അറിക്ക, ലൊബേലിയ, ടൊബാക്കോ ആണ്. അറിക്ക നട്ടിന് നമുക്ക് ബെറ്റൽ നട്ട് എന്ന് പറയുന്നുണ്ട്. അറിക്ക നട്ട്. ഓക്കെ, സോ അതിൽ ബെറ്റൽ നട്ട് എന്നറിയപ്പെടുന്നു. അത് പാരാസിമ്പതോമിമെറ്റിക് ആക്ടിവിറ്റി ഉള്ള ഒരു ഡ്രഗാണ്. ഓക്കെ, ലൊബേലിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടൊബാക്കോ ആസ്തമ വീട് നമ്മൾ പറയും ലൊബേലിയ. ഓക്കെ, സോ ചിലപ്പോൾ ചോദിക്കാം ഇന്ത്യൻ ടൊബാക്കോ എന്ന് പറയുന്നത് ഏത് ഡ്രഗാണെന്ന് ചിലപ്പോൾ ചോദിക്കാം അല്ലേ? അതെന്താണ്? ലൊബേലിയാണ് വരുന്നത്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് അറിയാമോ? ട്രീറ്റ്മെൻറ്റ് ഓഫ് ആസ്തമയ്ക്കാണ് യൂസ് ചെയ്യുന്നത്. ബ്രോങ്കൈറ്റീസ്, റെസ്പിറേറ്ററി സ്റ്റിമുലൻ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും. സോ അതുകൊണ്ടാണ് ആസ്തമ വീട് നമ്മളതിനെ പറയുന്നത്. ഓക്കെ, ടൊബാക്കോ എന്ന് പറയുന്നത് തമ്പാക്കു എന്ന് പറയും. ടൊബാക്കോ എല്ലാവർക്കും അറിയാലോ. അത് എന്താണ്? ഹാർട്ട് പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും, നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യും. അതൊക്കെയാണ് ടൊബാക്കോയുടെ ഒരു യൂസ് ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. 1 മിനിറ്റ്. ഓക്കെ, സോ ഇപ്പോൾ അടുത്ത് ഇതെടുത്ത് വെച്ച് ഞാൻ എന്തായാലും ടൊബാക്കോ, അറിക്കാനട്ട്, ലൊബേലിയ നമ്മൾ പറഞ്ഞിരുന്നില്ലേ? അത് ഏത് ടൈപ്പ് ഓഫ് ഇതായിരുന്നു വന്നിരുന്നത്? ദാറ്റ് ഇസ് പിരിഡിൻ, പിപ്പരഡിൻ ആൽക്കലോയിഡാണ് കേട്ടോ. ആ 3 അതായത് ടൊബാക്കോ, അറിക്കാനട്ട്, ലൊബേലിയ, പിരിഡിൻ, പിപ്പിരഡിൻ ടൈപ്പ് ഓഫ് ആൽക്കലോയിഡാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് വെരാട്രം, കുർച്ചി, അശ്വഗന്ധ. ഈ 3 ഡ്രഗ്സ് ആണ്. ഈ 3 ഡ്രഗ്സും വരുന്നത് ഏത് ടൈപ്പാണെന്ന് അറിയാമോ? സ്റ്റിറോയിഡൽ ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് ആണ്. സ്റ്റിറോയിഡൽ ആൽക്കലോയിഡ്സ്. ഈ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, RRBയുടെ എക്സാം ചോദിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ അശ്വഗന്ധ.
ഓക്കെ, അശ്വഗന്ധ കണ്ടിട്ടുണ്ട് ഞാൻ. അതിൽ സ്റ്റിറോയിഡൽ ഏത് ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ് ആണെന്ന് ചോദിച്ചത്. ഓക്കെ, ഇത് സ്റ്റിറോയിഡൽ ആൽക്കലോയിഡ്സ് ആണ് അശ്വഗന്ധ, വിത്താനിയ സോംനിഫറം അല്ലെ, അങ്ങനെ വിത്താനിയ സോംനിഫറം എന്നാണ് അതിൻ്റെ പേര്. വിത്താനിയ സോംനിഫറ, ഓക്കെ, ഓഫ് ദ ഫാമിലി സൊളനേസിയ ഫാമിലിപ്പെട്ടതാണ് അല്ലേ. ഓക്കെ, വെരാട്രം എന്ന് പറയുന്നത് വൈറ്റ് ഹെൽബോർ എന്നാണ് അതിൻ്റെ ഒരു സിനോണിം. കുറിച്ചി എന്താണ് പറയുന്നത്, ഹൊളർഹീന എന്നാണ് അറിയപ്പെടുന്നത്. നൈപ്പർ ജി എക്സാമിനേഷൻ ചോദിച്ചാണ് ഹൊളർഹീന ആരുടെ നെയിമാണ് അല്ലേ. കുറിച്ചിയുടെ പേരാണ് ഹൊളർഹീന. ഡിസെൻട്രിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡ്രഗാണ്. ഡിസെൻട്രിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിക്കേഷനാണ്. ഓക്കെ, ഡിസെൻട്രി. അശ്വഗന്ധ എന്താണ്, അശ്വഗന്ധ ഇമ്മ്യൂണോമോഡുലേറ്റർ ആക്ഷൻ അല്ലേ. സ്റ്റിറോയിഡ് ലാക്ടോൺ ഒക്കെ ഉള്ള വിത്താനോലൈറ്റ്സ് നമ്മൾ പറയും. ഓക്കെ, ഫെർട്ടിലിറ്റി, നെർവ് ഡിസീസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അശ്വഗന്ധ എന്നുള്ളത്. വിൻ്റർ ചെറി എന്നറിയപ്പെടും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിൻ്റർ ചെറി. ഓക്കെ, വിൻ്റർ ചെറി ഏതാണെന്ന് വെച്ചാൽ അശ്വഗന്ധയാണ് കേട്ടോ. വിത്താനിയ സോംനിഫറം, വിത്താനോലൈറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് ഇമ്മ്യൂണോ മോഡുലേറ്റർ ആണ്. ഒത്തിരി കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യും, ഉത്തരം എന്താ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതാണ് അശ്വഗന്ധ. ഇമ്മ്യൂണോ മോഡുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് നെർവ് ഡിസീസുകളില്ലേ അതുകൾക്ക് ഉപയോഗിക്കാം. ഫെർട്ടിലിറ്റി റിലേറ്റഡ് ഡിസീസുകൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് അശ്വഗന്ധ. ഓക്കെ, അടുത്തത് എഫിഡ്ര, കൊൾച്ചിയം. ഈ രണ്ട് ഡ്രഗ്സ് വരുന്നത് ആൽക്കലോയിഡൽ അമീൻസ് അല്ലെങ്കിൽ അമിനോ ആൽക്കലോയിഡ്സ് അല്ലെങ്കിൽ ആൽക്കലോയിഡൽ അമീൻസ് എന്നുള്ള കാറ്റഗറിയിലാണ് ഇവർ വരിക. ഓക്കെ, ആൽക്കലോയിഡൽ അമീൻ, ഓക്കെ, അമീനിലാണ് വരുന്നത്. ഓക്കെ, സോ എഫിഡ്ര എന്നുള്ളത് നമുക്ക് അതിൻ്റെ എന്തൊക്കെ സിനോണിമുണ്ട്, മാഹുവാങ് അല്ലേ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഒത്തിരി കോമൺ ആണ്, ഒത്തിരി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി എക്സാമിന്. മാഹുവാങ് എന്നുള്ള പേരുള്ള ആർക്കാണ്, എഫിഡ്ര. ഓക്കെ, സോ എഫിഡ്രയുടെ യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആസ്തമ, ഹേ ഫീവർ, എന്താണ് സുഡോറിഫിക് ആക്ഷൻ, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. കൊൾച്ചിയം എന്താണ്, ഓക്കെ, കൊൾച്ചിക്കം. ഓക്കെ, കൊൾച്ചിക്കം എന്താണ്, മെഡോ സഫ്രോൺ ഓട്ടം ക്രോക്കസ്, അതാണ് അതിൻ്റെ പേര്. ESIC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രോക്കസ് എന്ന് മാത്രം കേട്ടാൽ നമുക്ക് സഫ്രോൺ ആണല്ലേ. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു, ക്രോക്കസ് എന്ന് മാത്രം ചോദിച്ചാൽ സഫ്രോണിൻ്റെ നെയിമാണ് സിനോണിമ. ഓട്ടം ക്രോക്കസ് എന്ന് ചോദിച്ചാലാണ് ദാറ്റ് ഇസ് കൊൾച്ചിക്കം. ഓക്കെ, മെഡോ സഫ്രോൺ എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ എന്താണ്, കൊൾച്ചിക്കാണ്. ഓക്കെ, സോ അതിൻ്റെ യൂസ് നിങ്ങൾക്ക് അറിയില്ല. ഗൗട്ടിന് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കും, ആൻറ്റി ട്യൂമർ ആക്ടിവിറ്റി ഉണ്ട്, പിന്നെ പോളിപ്ലോയിഡ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തെന്താണ്, കോഫി, കോള, കൊക്ക അല്ലേ. അതിൽ ടീയും നമ്മളിതിൽ ഉൾപ്പെടും കേട്ടോ. ടീയും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഡ്രഗാണ്, പക്ഷേ അതിൻ്റെ സിനോണിമോ ഒന്നും ഞാൻ കണ്ടില്ല. ഓക്കെ, ഇത് ഏത് ടൈപ്പ് ഓഫ് ആണെന്ന് വെച്ചാൽ പ്യൂരിൻ ആൽക്കലോയിഡ്സ് വരുന്നതാണ്. പ്യൂരിൻ ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ് ആണ് ഈ വരുന്ന ഡ്രഗ്സ്. കോഫീനെ കോഫി ബീൻ എന്ന് പറയും, കോളനെ ഗോരു സീഡ് ബിസിനട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കൊക്കനെ കൊക്കോ ബീൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത്ര ഉള്ളത് എളുപ്പമാണ് പഠിക്കാൻ. പ്യൂരിൻ ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ് ആണ്. ഓക്കെ, അടുത്ത വരുന്ന വസാക വളരെ ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ്. ക്യുനസോളിൻ ആൽക്കലോയിഡാണ്. ക്യുനസോളിൻ ആൽക്കലോയിഡ് പെട്ട ഒരേ ഒരു ഡ്രഗാണ് കേട്ടോ, ക്യുനസോളിൻ ആൽക്കലോയിഡ്സ്. ഓക്കെ, ക്യുനസോളിൻ ആൽക്കലോയിഡ് പെട്ട ഡ്രഗാണ് വസാക. അഡൽസ എന്നറിയപ്പെടുന്നു, അതത്തോട എന്നറിയപ്പെടുന്നു, മലബാർ നട്ട് എന്നറിയപ്പെടുന്ന ഡ്രഗാണ്. ഓക്കെ, മലബാർ നട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. വസാക എക്സ്പെക്ടോറൻ്റ് ആക്ഷൻ ഉണ്ട്, ബ്രോങ്കോ ഡൈലേറ്റർ ആക്ഷൻ ഉണ്ട്. വസാക അല്ലേ. ഓക്കെ, വസാക്കിൻ എന്നാണ് കേട്ടോ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ പേര്, വസാക്കിൻ എന്നാണ് വരിക. ഓക്കെ, അടുത്തെന്താണ്, ദാറ്റ് ഈസ് അക്കോണൈറ്റ്, മോങ് ഹുഡ് എന്നറിയപ്പെടുന്നുണ്ട്, ഫ്രയാസ് കൗൾ, മൗസ് ബെയിൻ, ബക്ക് നാഗ് എന്നറിയപ്പെടുന്നുണ്ട്, മോങ്ക് ഹുഡ്. ഈ മോങ്ക് ഹുഡ് കേട്ടിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മോങ്ക് ഹുഡ്. ഓക്കെ, അക്കോണൈറ്റ് ആണ് വരുന്നത്. അതിൻ്റെ പേര് ടെർപ്പിനോയിഡൽ ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ് ആണ്. ഇത് ഏത് കാറ്റഗറിയാണ്, ടെർപ്പിനോയിഡ്. ഓക്കെ, ആൽക്കലോയിഡ്സ് ആണ് ഈ മോങ്ക് ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഇതിലില്ലാത്ത ഒരു ഇതും കൂടെ ഉണ്ട്, ഒരു പറയാം, പൈറസോൾ എന്ന ആൽക്കലോയിഡ്സ്. നിങ്ങൾ ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ് എല്ലാം പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ. പല ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസിൽ വെച്ചിട്ടല്ലേ നമ്മൾ ഓരോരോ ഡ്രഗ്സും പഠിക്കുന്നത്. പൈറസോൾ ടൈപ്പ് ആൽക്കലോയിഡ്സിൽ വരുന്ന എക്സാമ്പിൾ ഏതാണ്, പെപ്പർ. ഓക്കെ, സോ ഇതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. സോ ഇത്രയാണ് നമ്മുടെ ആൽക്കലോയിഡ്സ്, ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ്, അതിൻ്റെ ഡ്രഗ്സിൻ്റെ പേര്, അതുപോലെ അതിൻ്റെ സിനോണിംസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂസസ് ഞാൻ ഒപ്പം പറഞ്ഞും പോയിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഓക്കെ, ഇത് റെസിൻസ് ആൻഡ് ഒളിയോ റെസിൻസ് ആണ് കേട്ടോ. ബെൻസോയിൻ റെസിൻ നമുക്കറിയാം, ഗം ബെഞ്ചമിൻ എന്നറിയപ്പെടുന്നു. ടർമറിക്, ഓക്കെ, ഹൽദി, ഇന്ത്യൻ സഫ്രോൺ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഏതാന്ന് ചോദിക്കും, ടർമറിക്. മിർ എന്നുള്ളത് ഗം മിർ, ഹിരബോൾ എന്നുള്ള ടേം ഇല്ലേ, ഹിരബോൾ, അത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അസഫീറ്റിഡ, ദാറ്റ് ഇസ് ഡെവിൾസ് ഡങ് ആൻഡ് ഹീങ്. ഈ ഡെവിൾസ് ഡങ് ചോദിച്ചിട്ടുണ്ടായില്ലേ ഈ പ്രാവശ്യം LSTD എക്സാമിനേഷനും ഡെവിൾസ് ഡങ് വന്നിട്ടില്ലേ, കേരള PSC ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതോ ഡെവിൾസ് ഡങ് എന്ന് പറയുന്നത്, അത് അസഫീറ്റിഡയാണ്, ഓർത്ത് വയ്ക്കുക. ഹിമാലയൻ മെയ് ആപ്പിൾ, ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. മെയ് ആപ്പിൾ എന്ന് അറിയപ്പെടുന്ന ഏതാണ്, പോഡോഫില്ലം അല്ലേ. പോഡോഫിലാണ് ഹിമാലയൻ മെയ് ആപ്പിൾ എന്ന് പറയുന്ന ഡ്രഗ് വരുന്നത്. കോളോസിന്ത്, ബിറ്റർ ആപ്പിൾ എന്നറിയപ്പെടുന്നു. ബാൽസം ഓഫ് പെറു ബാൽസം ഓഫ് ടോളു ബാൽസം. കന്നബീസ് എന്താണ്, ചരസ്. ഇന്ത്യൻ ഹെമ്പ് ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത് നമുക്ക് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, അത് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. ഇന്ത്യൻ ഹെമ്പ് നമുക്ക് ഈ പറഞ്ഞ ജൂറിസ്പ്രുഡൻസിലൊക്കെ പഠിക്കാനുള്ളതുകൊണ്ട്
അറിയായിരിക്കുമല്ലോ. ഓക്കെ, സോ ഇതാണ് വരുന്നത്. ഇത്രയും ഡ്രഗ്സാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പോഡോഫില്ലത്തിൻ്റെ യൂസ് അറിയാലോ അല്ലേ. പോഡോഫില്ലം എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്യാൻസർ മെഡിക്കേഷൻ ആട്ടോ പോഡോഫില്ലം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹിമാലയൻ മെയ് ആപ്പിൾ എന്നറിയപ്പെടുന്ന പോഡോഫില്ലം. ഓക്കെ, അടുത്തത് ഇവിടെ ഇത്രയും വേണ്ടി നമുക്ക് പഠിക്കാൻ. ഇത് എക്സ്ട്രാ കുറച്ച് ഡ്രഗ്സ് ആട്ടോ. അത് മിസ്ലേനിയസ് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാനുള്ള ഒരു ഡ്രഗ്സാണ്. അത് ഞാൻ എഴുതി വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പുനർനവ ഹോഗ്വീഡ് എന്നറിയപ്പെടുന്നുണ്ട്. ഗാർലിക് എല്ലാവർക്കും അറിയാലോ. ദാറ്റ് ഇസ് ലെഹ്സൺ എന്ന് പറഞ്ഞാൽ ഗാർലിക്കാണ്. ചിലപ്പോൾ ലെഹ്സൺ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അല്ലിസിൻ അറിഞ്ഞിരിക്കണം, അത് ഗാർലിക്കാണ് കേട്ടോ. തുളസീനെ എല്ലാവർക്കും അറിയാലോ. സേക്രഡ് ബേസിൽ അല്ലെങ്കിൽ ഹോളി ബാസിൽ എന്നറിയപ്പെടുന്നു. ആമിൽ എന്താ അറിയപ്പെടുന്നത്? ഇന്ത്യൻ ഗൂസ്ബെറി. ഓക്കെ, ശതാവരിനെ ബട്ടർ മിൽക്ക് റൂട്ട് ഇന്ത്യൻ അസ്പരാഗസ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്രഹ്മിനെ ഇന്ത്യൻ പെന്നിവേർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. നീം വളരെ ഇമ്പോർട്ടൻറ്റ് ഡ്രഗാട്ടോ. നീം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, നീം കണ്ടിട്ടുണ്ട്. നീമിൻ്റെ കണ്ടൻസ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. നീമിൻ്റെ ഓരോ പാർട്ടിലും ഓരോ കണ്ടൻറ്റ് പോലെ അസാദിരക്റ്റ ഇൻഡിക്ക അല്ലേ. സോ ഓരോ ലീഫിലുള്ള കണ്ടൻറ്റിന് യൂസ് വേറെ ആയിരിക്കും. അതുപോലെ അതിൻ്റെ ബാർക്കിലുള്ള കണ്ടൻറ്റ് നിംബിഡിൻ അങ്ങനത്തെ അതിൻ്റെ യൂസ് വേറെയാണ്. അതുപോലെ അതിൻ്റെ അങ്ങനെ ഒത്തിരി കണ്ടൻറ്റുകൾ ഓരോ പാർട്ട് അനുസരിച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് വ്യത്യസ്തപ്പെട്ട കണ്ടൻറ്റാണ്. അതിൻ്റെ യൂസും വ്യത്യസ്തമുണ്ട്. സോ നിമ്മിൻ്റെ ഇന്ന പാർട്ടിൽ നിന്ന് വരുന്ന കണ്ടൻറ്റ് എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൽ നമുക്ക് ഇൻസെക്ട് റിപ്പലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക, അതൊക്കെ ഏതാണ്, അത് ഏത് കണ്ടൻറ്റാണെന്നൊക്കെ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. മർഗോസ ഇന്ത്യൻ ലൈലാക്ക ആൻഡ് നിം ട്രീ എന്നാണ് നമ്മളതിനെ പറയുന്നത്. സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനോണിംസ് ഇൻ ഫാർമക്കോഗ്നോസി വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ഇടുന്നതെല്ലാം. നിങ്ങൾക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും നിങ്ങൾക്ക് പോയാൽ പോലും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും, എനിക്ക് ഉറപ്പാണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.